കീച്ചേരി മോഷണ കേസിൽ ഓൾറെഡി അക്യൂസ്ഡ് ലിസ്റ്റിലുള്ളതാണോ അതോ ഇതിപ്പോൾ വന്നപ്പോൾ ഐഡന്റിഫൈ ചെയ്തോ? ഇപ്പോൾ വന്നപ്പോൾ ആണ് ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്തപ്പോൾ ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. ഇയാളുടെ മോട്ടീവ് ഈ സ്വർണ്ണവും പണവും ഇതിനകത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ഇയാൾ മോഷണത്തിന് കയറിയത്? അതെ, അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു വലിയ വീടാണ്, വലിയ വീടായതുകൊണ്ട് അതിൽ നെയ്ബർ കൂടിയാണ്, തൊട്ട് അടുത്തുള്ള വീടായതുകൊണ്ട് അദ്ദേഹത്തെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ട്. ഇതിൽ നല്ല പോലെ ഇത് സാധനം ഉണ്ടാവണം, ക്യാഷ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ മറ്റ് സാധനം ഉണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യമാണ് ഈ വീടാണ്, ഈ സ്ഥലമാണ് ടാർഗറ്റ് ചെയ്തത്. അല്ല, ബന്ധമൊന്നുമില്ല. ഇതുവരെ നമുക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ഭാവി ഇപ്പോൾ അന്വേഷണം ഞങ്ങൾ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം സ്വർണം എടുക്കുകയും രണ്ടാമത്തെ ദിവസം വന്നിട്ട് പണം എടുക്കുക, അങ്ങനെയാണോ? എന്താണ്? രണ്ടാമത്തെ ദിവസം അദ്ദേഹം 20-ാം തീയതിയാണ് ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് നടത്തിയത്. ഒരു ഏകദേശം 40 മിനിറ്റ്സ് ഉള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ സാധനം എടുത്തിട്ട് വളരെ ഒരു എക്സ്പേർട്ടായിട്ട് അദ്ദേഹം വീട്ടിൽ കയറി പരമാവധി ഈ CCTV ക്യാമറകൾ അവോയ്ഡ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ ആ CCTV ക്യാമറ, ഒരു ക്യാമറ അദ്ദേഹം ടിൽട്ട് ചെയ്തപ്പോൾ ആ ക്യാമറയുടെ ഫുട്ടേജ് ബൈ മിസ്റ്റേക്ക് അകത്തുള്ള റൂമിലേക്ക് വന്നു. ബൈ മിസ്റ്റേക്ക് ഇറ്റ് ഹാസ് കം. സോ ആ ഫുട്ടേജ് നമുക്ക് കിട്ടി. അതൊരു നല്ല ലീഡായിരുന്നു. സോ അദ്ദേഹം 20-ാം തീയതി ഈ ഓപ്പറേഷനാണ് ചെയ്തത്. 21-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു ടൂൾ മിസ്സിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് ലെഫ്റ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് ഓക്കറൻസ്. സോ അദ്ദേഹം ഈ ടൂൾ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ ടൂൾ നമുക്ക് FIR ചെയ്തിട്ട് പ്ലേസ് ഓഫ് ഓക്കറൻസ് പരിശോധിക്കാൻ സമയത്ത് ഞങ്ങൾ സീസ് ചെയ്തിരുന്നു. ആദ്യത്തെ ദിവസം തന്നെയാണ് സ്വർണ്ണവും പണവും ഒക്കെ കൊണ്ടുപോയത്. എങ്ങനെ ചാക്കിൽ കെട്ടി, എങ്ങനെയാണോ? അതെ, ബാഗ്, ഒരു സഞ്ചിയാണ് അദ്ദേഹം പ്ലേസ് ഓഫ് ഓക്കറൻസിന് ആണ് എടുത്തത്. ആ സഞ്ചി, പിന്നെ അദ്ദേഹം ഒരു മാസ്ക് ധരിച്ചിരുന്നു, പിന്നെ തുണി ധരിച്ചിരുന്നു. അതെല്ലാം ഉപയോഗം ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ശേഷം വീട്ടിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ഞങ്ങൾ ഇപ്പോൾ റിക്കവറി ചെയ്യാൻ ഇപ്പോൾ പോകുന്നുണ്ട്. സോറി, അതെ, യെസ്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഇത് പരിശോധിച്ചിട്ട് ഇപ്പോൾ നോക്കണം. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതാണ്. അത് കുറച്ച് അധികമായിട്ട് ചോദ്യം ഇപ്പോൾ ചെയ്യാൻ ആവശ്യമാണ്. അധികമായിട്ട് CCTV ക്യാമറ ഇനിയും നമുക്ക് പരിശോധിക്കാൻ ബാക്കിയാണ് ഉള്ളത്. അത് നിങ്ങൾ ഫർദർ ആ ആംഗിൾ കൂടി പരിശോധിക്കാൻ പോകുന്നുണ്ട്. നേരെ വീട്ടിലേക്ക് ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് അദ്ദേഹം ഈ കാര്യം ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. നമുക്ക് ചോദിച്ചിട്ട് ഇപ്പോൾ നോക്കേണ്ടി വരും. സാർ, ഈ 1,21,00,000 രൂപ വീട്ടിൽ ഇങ്ങനെ പണമായി സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും രേഖകൾ ആ ആംഗിളിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ നോക്കാം. ഇപ്പോൾ മോഷണം കേസല്ലേ, വി ആർ ട്രൈങ് ടു ക്യാച്ച് ദ അക്യൂസ് ഫസ്റ്റ്. പ്രതി എപ്പോഴെങ്കിലും അന്വേഷണം വഴിതിരിച്ചു വിടാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? സോറി, പ്രതി എപ്പോഴെങ്കിലും അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടി അല്ലെങ്കിൽ തന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും? അല്ല, അങ്ങനെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കാരണം വളരെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് ഈ കാര്യം ആണ് ഈ പ്രതിയിലേക്ക് വന്നത്. നമ്മുടെ അന്വേഷണം ടീം ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം CCTV ക്യാമറ, CDR, ടവർ ഡംപ്, ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ, അതെല്ലാം ഉപയോഗിച്ചിട്ട് ഈ പ്രതിയിലേക്ക് ഞങ്ങൾ എത്തിയത്. സോ അന്വേഷണം ടീം അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ദറ്റ് ഹി ഈസ് ട്രൈങ് ടു ഡൈവേർട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഒരു ശ്രദ്ധയിൽ വന്നിട്ടില്ല. അന്വേഷണം സംഘമിൻ്റെ എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് വന്ന് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഈ വീട് ഉണ്ടല്ലോ, സോ അദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ പുറകിലാണ്. ആ ഭാഗത്തേക്ക് ഡോഗ് പോയി, പിന്നെ റെയിൽവേ ട്രാക്ക് ഭാഗത്തേക്ക് അവിടെ തന്നെ തുടങ്ങി. സോ അത് നമുക്ക് ചിലപ്പോൾ ഇയാൾ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ട്രാക്കിലേക്ക് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പരാതിയാണ് കിട്ടിയത്. സോ 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഡോഗ് അത്ര ധാരണ ഉണ്ടാവില്ല. സോ ആ ആംഗിൾ കൂടിയാണ് ഉള്ളത്. മോഷണ സമയത്ത് ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അദ്ദേഹം കത്തിച്ചിട്ടുണ്ട്. നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ്.
അയാളുടെ വീട്ടിൽ പോയ ശേഷമാണോ കത്തിച്ചത്? അതെ, യെസ്. ഈ 1 കോടി 2 ലക്ഷം അഷ്റഫിന്റെ വീട്ടിൽ തന്നെ മോഷ്ടിച്ച തുകയാണോ? അതെ, യെസ്. കീച്ചേരി മോഷണത്തിലെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? കീച്ചേരി മോഷണമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഫർദർ ഇയാൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, കാരണം 1 വർഷം ഏകദേശമായിട്ടുണ്ട്. സോ മേ ബി എന്തെങ്കിലും ആണെങ്കിൽ ഈ റിക്കവറി പാട് തന്നെ ആയിരിക്കും 1 വർഷമായതുകൊണ്ട്. പക്ഷേ ഇയാൾക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ട് ഞങ്ങൾ ഫർദർ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ട് നോക്കാം. ഭാഗമായിട്ട് ഈ കീച്ചേരി മോഷണത്തിന്റെ കാര്യങ്ങൾ കൂടി ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി വന്നിട്ടുണ്ടോ? അത് ആ കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ടോ? അത് അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ഈ പ്രതിൻ്റെ ഫിംഗർ പ്രിന്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് മാച്ച് ചെയ്തിട്ട് നോക്കി ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട്. സോറി, അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇയാൾക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കും, ഒരു ക്വസ്റ്റ്യനിങ് ചെയ്തിട്ട് നോക്കും. കാരണം ഇയാൾ മറ്റു കേസുകളിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയാണ്. ക്ലിയർ പിക്ചർ നമുക്ക് ആദ്യം കിട്ടിയിട്ടില്ല. CCTV ഞങ്ങൾ ശേഖരിച്ചിട്ട് ഒരു നമുക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം 100 ഏകദേശം 100 CCTV ഫുട്ടേജ് ഞങ്ങൾ എടുത്തു. അതിൻ്റെ പരിശോധന ചെയ്യാൻ വേണ്ടി ഒരു 24/7 നമുക്ക് ഒരു ആൾ അവിടെ ഇരിക്കണം. ഒരു CCTV ഫുട്ടേജിൽ ഒരു ആൾ ഇരിക്കണം. കംപ്ലീറ്റ് വെരിഫിക്കേഷൻ നടക്കണം. സോ ആ ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ FIR നമുക്ക് ലഭിച്ചത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. സോ അതും ഞാൻ പറഞ്ഞ പ്രകാരം ഡോഗൊക്കെ ഒരു സ്മെല്ല് കിട്ടാതെ ഒരു ഇത് ആയിരിക്കും. ആ കാര്യം ആ ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 11 ദിവസത്തിനുള്ളിൽ പോലീസിന് പിടിക്കാൻ പറ്റുന്നുള്ള വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഈ നമ്മുടെ ടീം വളരെ നന്നായിട്ടാണ് വർക്ക് ചെയ്തത്. 24/7 വർക്ക് ചെയ്തിട്ട് ഈ കുറേ എഫേർട്ട് എടുത്തിട്ട് ഈ കേസാണ് പിടിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഈ കേസിന് കൂടെ തന്നെ മറ്റ് കേസുകൾ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രതി നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ അതൊരു വലിയ സക്സസ് ആണ്. പ്രോപ്പർട്ടി ഏറ്റവും വലിയ കാര്യം, പ്രോപ്പർട്ടി മുഴുവൻ 100% നമുക്ക് റിക്കവറിയാണ്. കാരണം ക്യാഷ് അധികമായതുകൊണ്ട് ചിലപ്പോൾ കൗണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവില്ല.